ഹായ് ഹലോ നമസ്കാരം. ഒരുപാട് നാളായി കണ്ടിട്ട്. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഞങ്ങൾ കോളേജ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് മടുത്തിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ മൈൻഡിലൊരു ഇത് വന്നത്, ഹോസ്റ്റലിലൊരു കേക്ക് ഉണ്ടാക്കിയാലോ എന്നുള്ളത്. പക്ഷെ കയ്യിലാകുള്ളതോ ബോർമോണ്ട് ഒരു ബിസ്ക്കറ്റ്, ന്യൂട്രലൈറ്റിൻ്റെ ഒരു ബിസ്ക്കറ്റ്, 4-5 ബ്രെഡ് മാത്രം. അപ്പപ്പിടിയപ്പ്, ഒരു ചെറിയ പാക്കറ്റ് പാൽപ്പൊടിയും വാങ്ങി, പിന്നെ കുറച്ച് പഞ്ചസാരയും വാങ്ങി. ഞങ്ങൾ ഏകദേശം ഒരു 10 ഗ്രാമേ വാങ്ങിയിട്ടുള്ളൂ, പക്ഷെ അത് മുഴുവൻ അടയേണ്ട കാര്യമില്ല. ഇനി നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒന്നുമില്ല, ജസ്റ്റ് നമ്മളെല്ലാം പൊടിച്ചെടുക്കുക, എല്ലാം ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതിന് ശേഷം ഈവൻ പഞ്ചാരയും പൊടിക്കണേ. എന്നിട്ട് അതിന് ശേഷം നമ്മുടെ മിനി റീചാർജബിൾ മിക്സറിലേക്ക് നമ്മൾ പാൽപ്പൊടി ആഡ് ചെയ്ത്, 10 രൂപയ്ക്ക് വാങ്ങിയിരിക്കുന്ന പാൽപ്പൊടി ആഡ് ചെയ്ത്, വെള്ളം ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത് ഈ പൗഡറും അതിലേക്ക് മിക്സ് ചെയ്ത് നല്ലൊരു തിക്ക് ഡോവിൻ്റെ പരുവത്തിലാക്കുക. നമ്മളിപ്പോൾ ദോശമാവല്ല, ഗോതമ്പ് ദോശയ്ക്ക് ഇതിലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു തരിയും ഇതും ഇല്ലാത്ത രീതിയിൽ നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സാധനം ഈ നന്നായിട്ട് മിക്സ് ചെയ്തിരിക്കുന്ന നമ്മുടെ മാവ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റൈസ് കുക്കർ യൂസ് ചെയ്ത്, റൈസ് കുക്കറിൽ ഞങ്ങൾക്ക് സ്റ്റീമറുണ്ട്, സ്റ്റീമറിൻ്റെ മേലെ യൂസ് ചെയ്തിട്ടാണ് ഞങ്ങളിവിടെ ബേക്ക് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ബേക്ക് ചെയ്ത് ഒരു 15-20 മിനിറ്റ് ബേക്ക് ചെയ്താൽ മതിയാവും. നമ്മുടെ കേക്ക് സെറ്റാണ്. ഒരു സംഭവം പറയാൻ മറന്നുപോയേ, ഡെക്കറേഷനായിട്ട് ഞങ്ങൾ കുറച്ച് കിസ്മിസും ആൽമണ്ടും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്ക് ചെയ്യണേ. താങ്ക് യു. ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.